സാംസങ്ങിന്റെ ഒരു ഫോൺ കൂടി വിപണിയിലേക്ക് വരികയാണ് F36 5G F34 5Gയുടെ പിൻഗാമിയായിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഇതിന്റെ നമുക്കൊരു 20,000 രൂപയിൽ താഴേക്ക് ഒരു കാരണവശാലും സാംസങ് ഡിസൈൻ വൈസ് ഒരു മോശമായ ഒരു അഭിപ്രായം പറയാനിട വരുത്താറില്ല. അത് ഈ സാധനത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ക്യാമറയൊക്കെ ബാക്കൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പിലാണ് കാണുന്നത്. ബാക്കിൽ ഒരു ഗ്ലാസ് ടൈപ്പ് ഒക്കെ കൊടുത്തായിരുന്നു കുറച്ചുകൂടി പ്രീമിയം. കുറച്ച് 20,000 രൂപയിൽ ഈ പറഞ്ഞ ഒരു ഡിസൈൻ ഒരു കുഴപ്പമില്ലാത്ത ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 7.7 mm തിക്നെസ് വളരെ കുറവാണ്. ഇപ്പൊ സാംസങ് കുറച്ച് നാളായിട്ട് തിക്നെസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം കുറെ ഫോണുകൾ തിക്നെസ് കുറവാണെന്ന് പറഞ്ഞവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നി. തിക്നെസ് കുറവുള്ളതാണ് ഭംഗി. ബാക്കിലെ മാറ്റ് എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തോ ആയിക്കോട്ടെ, ഡിസൈൻ ബേസ് 20,000 രൂപ ഇത് വെർത്താണ്. 20 Hz റിഫ്രഷ് റേറ്റോട് കൂടിയുള്ള 6.7 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 20,000 രൂപ താഴേക്ക് AMOLED ഡിസ്പ്ലേ കൊണ്ടുവരാന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ സാധനം നിലത്ത് വീണ് പൊട്ടിക്കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുക. വേറൊരു ഡിസ്പ്ലേ ഇടുമ്പോൾ ഈ പറഞ്ഞ LED ഡിസ്പ്ലേ ഒക്കെ നമുക്ക് നോർമലി മാർക്കറ്റിൽ 3,000 രൂപ 2,500 രൂപയ്ക്ക് അതൊരു നല്ല ഡിസ്പ്ലേ കിട്ടില്ല. പക്ഷേ AMOLED ഡിസ്പ്ലേ 20,000 രൂപയിൽ താഴെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു മികച്ച പരിപാടി. Exynos 1380 എന്ന ചിപ്സെറ്റിലാണ് ഫോൺ വരുന്നത്. ഈ ഒരു എമൗണ്ടിൽ Exynos 1380 വെർത്ത് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. 5nm പ്രോസസർ ആയിട്ടുള്ള 8 കോറുള്ള ഒരു മികച്ച പ്രോസറാണ് 1380. 8 കോറിൽ 4 കോർ വരുന്നത് പെർഫോമൻസ് കോർ ആയിട്ടുള്ള A78 കോറാണ്. 2.4 GHz ഉള്ള A78 കോറാണ് വരുന്നത്. എഫിഷ്യൻസി കോർ ആയിട്ട് വരുന്നത് കോർട്ടെക്സിന്റെ A55 കോർ. ഈ പൈസക്ക് ഇതൊരു മികച്ച ഒരു പ്രോസസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രോസസർ അടിപൊളിയാന്ന് വെച്ചാൽ ഇത് അടിച്ചുകൂലാന്ന് ഞാൻ പറയുന്നത്. കുറെ ഫോണുകൾ ഈ ഒരു റേഞ്ചിലുള്ള പ്രൈസ് റേഞ്ചിലുള്ള സാംസങ്ങിന്റെ കുറെ ഫോണുകൾ ഈ എക്സിനോസ് മീഡിയാടെക് യൂസ് ചെയ്തിട്ട് കുറെ ഫോണുകൾ പടപടയുന്ന CPU അടിച്ചു പോയി വരുന്നുണ്ട്. അപ്പൊ അത് എന്താന്നുള്ളത് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ കുറച്ച് കഴിയണം. സോ ഗെയിമിംഗ് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഓവർ ഹീറ്റ് ആവുള്ള പരിപാടികളൊന്നും ചെയ്യാനുള്ള ഫോണായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ക്യാമറയുടെ സെക്ഷനിലേക്ക് വരുമ്പോൾ 50 MB പ്രൈമറി ക്യാമറ OIS ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ക്യാമറ ഈസ് ഓക്കെ. 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നു. 2 MB മാക്രോ ലെൻസ് വരുന്നു. 13 MB ഫ്രണ്ട് ക്യാമറ വരുന്നു. സോ ക്യാമറ പോർഷൻ ഈ റേഞ്ചിൽ ഓക്കെ ആണ്. ഇനി ബാറ്ററിയുടെ സെക്ഷനിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററി 25 watts ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്നു. അതും ഒരു മികച്ച തീരുമാനമായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഭയങ്കര ചാർജ് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നുമല്ല, എങ്കിലും ഒരു മീഡിയം ലെവലിലൊക്കെ ചാർജ് നിൽക്കും. പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞത് സ്റ്റോറേജ് 2.2 UFS 2.2 അതുപോലെ തന്നെ ആൻഡ്രോയിഡ് V15 വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് ഇറക്കിയതിൽ ഒരു നല്ല സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം എടുത്ത് കുറച്ച് കഴിയുമ്പോൾ പറയാൻ പറ്റും. ജൂലൈ 19 2 മണിക്കാണ് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 18-19 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പൊ ഇനി അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ തമ്പനയിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ ഞാൻ പോകുന്നു, അടുത്ത വീഡിയോയുമായി കാണാം.